ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഇന്നലെ ഉച്ചയോടുകൂടി SITയുടെ പരിശോധനയൊക്കെ തുടങ്ങിയിരുന്നു ഈ സന്നിധാനത്ത്. അതിനുശേഷം ഇന്നിപ്പോൾ പരിശോധനയൊക്കെയും പൂർത്തിയായിട്ടുണ്ട്. ഇന്ന് പുലർച്ചെയോടെയാണ് ഈ പരിശോധനകളൊക്കെയും അവസാനിപ്പിച്ചത്. ഇന്നലെ കട്ടിളപ്പളി, ദ്വാരപാലക ശില്പത്തിന്റെ പീഠം, സോപാനത്തിന്റെ ചുറ്റിലുമുള്ള തൂണിന് സമാനമായ 3 പാളികൾ എന്നിവയ്ക്കാണ് പരിശോധിച്ചത്. ലഭിച്ച സാമ്പിളുകൾ കൊച്ചിയിലെത്തിച്ച് രാസപരിശോധനയ്ക്കുൾപ്പെടെ വിധേയമാക്കും. സന്നിധാനത്ത് നിന്ന് സരീഷ് PK കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. സരീഷ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ സ്വർണം എത്ര, ചെമ്പത്ര എന്നതാണ് ഇനി കൃത്യമായി അറിയേണ്ടത്. അതാണ് ഇനി തെളിയിക്കപ്പെടേണ്ട കാര്യവും. എന്തൊക്കെ പോയി ഈ പരിശോധനയ്ക്ക് കൊണ്ടുപോയതും തിരികെ കൊണ്ടുവന്നതുമൊക്കെയും ഒരേ സ്വർണമാണോ, അതിൻ്റെ തൂക്കത്തിലൊക്കെ കുറവുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിലൊക്കെ ഇനിയൊരു വ്യക്തത വരേണ്ട സമയമാണ്. അപ്പോൾ ഈ സാമ്പിളുകളുടെ പരിശോധനാ ഫലം അത് എന്നത്തേക്ക് ലഭ്യമാകും? സരീഷ്, എങ്ങനെയായിരിക്കും ഈ ഒരു പരിശോധന മുന്നോട്ട് പോവുക? പ്രത്യേക അന്വേഷണ സംഘം സന്നിധാനത്ത് നിന്ന് ഇറങ്ങിയിട്ടുണ്ടോ? നിലവിൽ SIT സോപാനത്തു നിന്നും ഇറങ്ങി അവരുടെ മുറിയിലേക്ക്, അത് ഗസ്റ്റ് ഹൗസിലാണ് അവരുടെ താമസവും ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതും, അവിടേക്കാണ് പോയിരിക്കുന്നത്. അവിടെ ചെറിയൊരു മീറ്റിംഗ് നടക്കും. അതിനുശേഷം മാത്രമായിരിക്കും, അതായത് സ്പെഷ്യൽ ഓഫീസറും ഒപ്പം തന്നെ പത്തനംതിട്ട ജില്ലാ ജഡ്ജി കൂടിയായ സ്പെഷ്യൽ ഓഫീസർ ഈ സാധനങ്ങൾ, അതായത് എന്തൊക്കെയാണോ ഈ ശേഖരിച്ചിരിക്കുന്നത് അതെല്ലാം തന്നെ സാക്ഷ്യപ്പെടുത്തണം. അതിനുശേഷം മാത്രമായിരിക്കും അവർ കൊച്ചിയിലേക്ക് തിരിക്കുക. അവിടെയാണ് രാസപരിശോധന ഉൾപ്പെടെ നടക്കുക. എന്തായാലും ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിക്ക് ആരംഭിച്ച ആ പരിശോധന ഇന്ന് പുലർച്ചെ ഏതാണ്ട് അതിനുശേഷമാണ് പുനഃസ്ഥാപിച്ചത്. ആ സ്വർണ്ണ തൂണിന് സമാനമായ ആ പാളികൾ അതിനുശേഷമാണ് പുനഃസ്ഥാപിച്ചത്. എന്തായാലും ഈ നേരത്തെ പരിശോധനയ്ക്ക് എടുത്ത മുഴുവൻ സ്വർണ്ണ അല്ലെങ്കിൽ പാളികളും അവിടെ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ചില സാമ്പിളുകൾ മാത്രമാണ് SIT ശേഖരിച്ചിരിക്കുന്നത്. ഇത് കൊച്ചിയിൽ എത്തിക്കുകയും രാസപരിശോധന നടത്തുകയും ചെയ്യും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. നിലവിൽ എടുത്തിരിക്കുന്നത് ഈ സോപാനത്തിന്റെ 3 ഭാഗങ്ങളിൽ, അതായത് മുന്നിലെ 2 തൂണിന് സമാനമായ ഭാഗങ്ങളും ഒപ്പം തന്നെ ഇടതുഭാഗത്തെ പുറകിലെ തൂണും, അങ്ങനെ 3 തൂണിന്റെ ഭാഗങ്ങൾ, അതോടൊപ്പം തന്നെ കട്ടിളപ്പാളി മുഴുവനായി, സോപാനത്തിന്റെ കട്ടിളപ്പാളി മുഴുവനായി ശേഖരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത് മാറ്റിയിട്ടാണ് പരിശോധന നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ദ്വാരപാലക ശില്പം കഴിഞ്ഞ തവണ പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് കഴിഞ്ഞ മാസപൂജ സമയത്ത് അത് പുനഃസ്ഥാപിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ പരിശോധന നടത്തിയിട്ടില്ല. പകരം ദ്വാരപാലക ശില്പത്തിന്റെ പീഠം, ആ പീഠത്തിന്റെ പരിശോധനയാണ് നടത്തിയത്. ഇന്നലെ 3 ഘട്ടങ്ങളിലായിരുന്നു പരിശോധന. ആദ്യഘട്ടത്തിൽ തൂക്കം, അതോടൊപ്പം തന്നെ ഉയരം, അതോടൊപ്പം പഴക്കം, ഈ 3 പരിശോധനകൾ നടത്തുന്നു. അതിനുശേഷമാണ് ഏതെങ്കിലും രീതിയിൽ കൃത്രിമം നടന്നിട്ടുണ്ടോ, ചെമ്പ് കലർന്നിട്ടുണ്ടോ, പ്യൂരിറ്റി എന്നിവ പരിശോധിക്കുന്നതിന്റെ ഭാഗമായി സ്കാനർ ഉൾപ്പെടെ കൊണ്ടുവന്നുള്ള പരിശോധന നടത്തിയത്. അതോടൊപ്പം തന്നെ ലേസർ ടെസ്റ്റ് ഉൾപ്പെടെ നടത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ നമ്മൾ അന്വേഷണ ഉദ്യോഗസ്ഥരായ ശശിധരനോട് സംസാരിച്ചപ്പോൾ സ്കാനിംഗ് ഉൾപ്പെടെയുള്ള പരിശോധിക്കുകയാണ് പറഞ്ഞു. അദ്ദേഹം പക്ഷേ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും ലേസർ പരിശോധന ഉൾപ്പെടെ നടത്തിയതിനു ശേഷം മാത്രമാണ് ഇപ്പോൾ സാമ്പിളുകൾ ശേഖരിച്ചിരിക്കുന്നത്. ആ സാമ്പിളുകൾ കൊച്ചിയിലേക്ക് എത്തിച്ച്, അതായത് റാൻഡമായാണ് ആ സാമ്പിൾ ശേഖരണം എന്ന് പറയുന്നത്. കാരണം ഏതെങ്കിലും രീതിയിൽ നടുഭാഗത്തു നിന്നോ അല്ലെങ്കിൽ കൃത്യമായി കാണുന്ന ഭാഗത്തു നിന്നോ ആയിരിക്കണമില്ല ഈ സാമ്പിളുകൾ ശേഖരിക്കുക. ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്നും ആ സാമ്പിൾ ശേഖരിക്കുന്നു, ആ സാമ്പിൾ കൃത്യമായി രേഖപ്പെടുത്തുന്നു. അതാണ് ഏറ്റവും ഒരുപക്ഷെ ക്ലറിക്കൽ കാര്യങ്ങളിൽ ഏറ്റവും സമയമെടുക്കുന്ന ഒരു കാര്യം അതായിരുന്നു. അതെല്ലാം പൂർത്തീകരിച്ച് ഇനി അവ കൊച്ചിയിലേക്ക് കൊണ്ടുപോകും. അവിടെയാണ് ഈ രാസപരിശോധന ഉൾപ്പെടെ നടത്തുക. എത്രയും വേഗം അന്വേഷണം പൂർത്തിയാക്കും എന്ന് തന്നെയാണ് ഇതിന് നേതൃത്വം നൽകുന്ന SP ശശിധരൻ സോപാനത്ത് നിന്ന് ഇറങ്ങുമ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ സരീഷ് PK ആണ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.